നമ്മൾ തടി കൊണ്ടല്ല, തടിയല്ല അല്ല. അപ്പൊ ഈ വീട്ടിലെ വേറൊരു വെറൈറ്റി സ്ഥലമാണല്ലേ? ഇതെന്താണ് സംഭവം? ഇവിടെ കൊള്ളാം കേട്ടോ, ഇതൊരു നല്ല സ്ഥലമാണ്, അടിപൊളിയായിട്ട് അങ്ങോട്ടും. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഇതാണ് ഒരു വീടല്ല, ഇതെന്താണ്? അത് ഇനി പറഞ്ഞ സ്റ്റെയർ കേസ് അല്ലേ? ഇതെന്ത് വെച്ച് ചെയ്തേക്കുന്ന? സത്യത്തിൽ ഒരു കിച്ചണാന്ന് തോന്നുന്നില്ല, ഹാളിന്റെ ഒരു ഏരിയ പോലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ല ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രീത നമസ്കാരം. ഹായ്, പ്രീതന്റെ സുഹൃത്താണ് ഇത്. പ്രീതന്റെ വൈഫാണ് ആര്യ. അപ്പൊ ഇവർക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ പേര് നെസ്റ്റ് ഇൻഫ്രാ ബിൽഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ. അവർ പണിഞ്ഞൊരു വീടാണ്. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് കൗതുകമുള്ളതും പിന്നെ നമുക്ക് രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ അതെ. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് കാണാം. അപ്പൊ ഈ വീടിന്റെ പറയണമെങ്കിൽ തുടക്കം തൊട്ട് അല്ലേ? ഇവിടെ എന്താണ് സംഭവം? ഇവിടെ അവരുടെ പണ്ടത്തെ വീട്ടിലെ ഒരലൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ അവരൊരു ഭംഗിക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്താണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇത് എന്താന്ന് നമുക്ക് ഉള്ളിൽ പോകുമ്പോ കാണാം അല്ലേ? അതൊക്കെ ഒരു വെറൈറ്റി കാര്യങ്ങൾ കാണാനുണ്ട്, ഒരുപാട് വെറൈറ്റി ഉള്ള സംഭവമാണ്. ഈ കിണർ ഇത്ര അടുത്ത് വന്നേക്കണത് ഇത് എന്താന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-80 വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ കിണറിന്. അപ്പൊ ഈ ക്ലയന്റിന് ഈ കിണർ ഇങ്ങനെ ഇതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് വേണം അവർക്ക് ഈ വീട് ചെയ്യാനെന്നൊരാഗ്രഹം നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മളതൊരു വെറൈറ്റി ആക്കിക്കൊണ്ടാണ് ഈ രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അണ്ണാനൊക്കെ വെച്ച് ഒരു വെറൈറ്റി ആയിട്ട് രീതിക്ക് ചെയ്തു കൊടുത്താണല്ലേ? പഴയ കിണർ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഒരു തുളസിത്തറ, ഇതെല്ലാം സിമെന്റ് ചെയ്താണ്. അതെ, ഇതെല്ലാം നമ്മൾ ചെയ്ത്, ഇതെല്ലാം സിമെന്റിൽ ചെയ്തിരിക്കുന്നത്. അതെ, ഇതും അതുപോലെ ഈ കാണുന്ന എല്ലാം സിമെന്റിൽ തന്നെ ചെയ്തിട്ട് എന്നിട്ട് ആ ഇതില് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കാനായിട്ട് വിശാലമായ സ്ഥലമുണ്ടല്ലോ, ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് എവിടെ വേണേ ഇരിക്കാം. അറ്റം വരെ ഉണ്ടല്ലോ? ഉണ്ട്, അങ്ങ് അറ്റം വരെ ഉണ്ട്. വീട് വന്നിരിക്കുന്നത് 2250 സ്ക്വയർ ഫീറ്റോളം. 2250 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. അതെ, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മേളില് 1 ബെഡ്റൂമും ആയിട്ടാണ്. പിന്നെ ചോദിക്കാൻ വിട്ടു, ഈ സംഭവം എന്താ? ഇതൊരു വെറൈറ്റി ആണല്ലോ. അതെ, അത് ഒരു പഴമയുടെ ഒരു ഇതില് നമ്മൾ ചെയ്ത, പക്ഷെ ഇത് ടൈലാണ്. ചെങ്കല്ലല്ല, ടൈല് ചെയ്താണ്. അതെ, പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ചെങ്കലിന്റെ ഒരു ഫിനിഷ് തോന്നും, പക്ഷെ ഇതൊരു ടൈലാണ്. നമുക്ക് വീടിന്റെ ഉൾഭാഗം ഈ ഡോർ ചെയ്തിരിക്കുന്നത് നമ്മൾ തേക്കിലാണ്. ഇതിന്റെ ഉൾഭാഗം കാണാം. അതെ, ഇവിടെ ആയിട്ട് നമ്മളൊരു വിസിറ്റിംഗ് ഏരിയ പോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടിവി, ഇവിടെ തന്നെ ടിവി സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടാവും വരെയൊക്കെ കാണാനായിട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. നല്ല വിശാലമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ ഒരു പ്രയർ ഏരിയ ആണല്ലോ. ഒരു ഇച്ചിരി ഒരു ഹൈറ്റ് കൊടുത്താണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം വന്നപ്പോ കണ്ട ആ ഒരു പുറത്തുനിന്ന് കണ്ടപ്പോ ആ ഒരു കൗതുക സ്ഥലമല്ലേ? അതെ, വെറൈറ്റി സംഭവമാണ്. ഇത് നമ്മൾ UPVC കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് ഇതിന്റെ ഉള്ളിൽ എന്താണ്? ഇതിന്റെ ഉള്ളില് ചുമ്മാ ഒരു ഫാമിലിക്ക് ആയിട്ട് കുറച്ച് ഇന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട്, പിന്നെ അതെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ എന്ത് ഇതുപോലെ പിള്ളേരുടേതായിട്ടുള്ള ഒരു ഏരിയയാണ്. എന്നാൽ പുറത്തുനിന്നുള്ള വെട്ടവും കിട്ടും എല്ലാം. ഇനി ആ ഒരു പൂജ ഏരിയ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാളല്ലേ? ഹാളിന്റെ ഈ ഒരു ഭാഗം ഇത് അവരുടെ ഡൈനിങ് ഏരിയ ആണ്. റൂമൊക്കെ ഉണ്ട്, അത് കാണാം. അതിന് മുമ്പായിട്ട് ഡൈനിങ് ഏരിയ. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട്, ഈ മറയുടെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, ഒരു വെറൈറ്റി ആണല്ലേ? അത് കാണാം. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഇരുന്നല്ലേ ഭക്ഷണം കഴിക്കാം. സത്യത്തിൽ ഒരു കിച്ചണാന്ന് തോന്നുന്നില്ല, ഹാളിന്റെ ഒരു ഏരിയ പോലെ നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഇവിടെ എല്ലാം അല്ലെ? എല്ലാത്തിനും മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട്, കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇതൊരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതും കാണാം, ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഈ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ വീട്ടിലെ പണ്ടത്തെ ഇതുപോലത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കാണാം. ഇതാണ് ആ ഒരു വെറൈറ്റി സ്ഥലം. ഇതും UPVC വിൻഡോ സ്ലൈഡ്. ഇത് കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ. ഇതെന്ത് സംഭവം ചെയ്തേക്കുന്ന? ഇത് ശരിക്കും പറഞ്ഞ ഒരു മെറ്റൽ ഷീറ്റ് ആണ്. ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? ഇല്ല, ലൈറ്റ് ഒന്നും ഇല്ല. ഇതൊരു മെറ്റൽ ഷീറ്റ് ആണ്. മെറ്റൽ ഷീറ്റിൽ നമ്മൾ ലേസർ കട്ട് ചെയ്തിട്ട് അതെ, ഇതിന്റെ പുറകില് നമ്മള് ഷീറ്റാണ്, പോളികാർബണേറ്റ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു നിറമൊക്കെയാണ് ഈ കാണുന്നത്. പോളികാർബണേറ്റ് ഷീറ്റ് നമ്മൾ ബ്ലൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീൻ ആണ്. ഈ മേളി ഓപ്പൺ അല്ലേ? ഇതെല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് ചെയ്ത. ഇതിപ്പോ ചെടിയൊക്കെ പിടിപ്പിച്ച ഒരു ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങളെല്ലാം ആക്കി പിടിപ്പിച്ചിരിക്കുന്നത്. അതെ, ഇതിപ്പോ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് തുറന്നിട്ട് നല്ല കാറ്റും വെട്ടവും
എല്ലാം എല്ലാം സേഫ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. താഴത്തെ 2 ബെഡ്റൂമാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം അതെ. ഇത് ഈ ഡോറ് ചെയ്തിരിക്കുന്നത് നമ്മൾ തടി കൊണ്ടല്ല, അല്ല, ഇത് WPC ആണ്. തടിക്ക് ഉണ്ടാവുന്ന പോലെയുള്ള ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ഈ തണുപ്പൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഈ ഇതിനില്ല. WPC ഡോറുകൾക്കില്ല. അതെ അതെ, എല്ലാ ഡോറുകളും നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതാണ് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ബെഡ്റൂമാണ്. പിന്നെ ബാത്റൂം ഇപ്പറയായിട്ടാണ്. അതെ, ഇവിടെ നമ്മളിങ്ങനെ ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരാൾ ഡോറ് തുറന്ന് വന്നാലും ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പെട്ടെന്ന് നോട്ടം കിട്ടില്ല, കവറായി ഇതിങ്ങനെ കവറായി പോകും. അങ്ങനെ ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഇതും നമ്മൾ ചെയ്തിരിക്കുന്ന WPC ഡോറിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള. ഇനി ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏരിയ ഉണ്ടല്ലേ? ഇതാണ് വാഷ് ബേസിൻ ഏരിയ ആണ്. അപ്പൊ അതൊന്ന് കാണാം. അവിടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട്. അതെന്താണ് സംഭവം? പൈപ്പൊക്കെ വെറൈറ്റി അല്ലേ? അതെ, എല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ആ പൈപ്പിന് പകരം ഇങ്ങനെയാണ്. അതൊരു വെറൈറ്റി. ഇവിടെ കൂടുതലും പഴമയാണ് അവര് നോക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലാണ് വെള്ളം. ഈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ സ്റ്റെയർ ഏരിയ ഇല്ലേ, അത് ഫുള്ള് നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കി കളയാതെ കബോർഡുകളൊക്കെ കൊടുത്ത് അവർക്ക് കുറച്ച് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. റൂമുണ്ട്, മേലൊരു ഒരു ബെഡ്റൂം. അപ്പൊ അത് ഇനി പറഞ്ഞ സ്റ്റെയർ കേസ് അല്ലേ? ഇത് എന്ത് ചെയ്തേക്കുന്നത്? ഇരുമ്പ്. അതെ, ഇരുമ്പ് കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലൊരു വുഡ് കവർ ചെയ്തേക്കുന്ന. പക്ഷെ കൊള്ളാം കേട്ടോ, കാണാൻ ഒരു ഭംഗി. നല്ലൊരു വെറൈറ്റി ഡിസൈനിലൊക്കെ പിന്നെ വെറൈറ്റി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടെയൊക്കെ സ്റ്റെയർ കേസ് ഒക്കെ നല്ല വെളിച്ചം ഉണ്ടല്ലേ? കാരണം ഇവിടെ നമ്മളിവിടെ ഇതുപോലെ ഇത്രയും വലിപ്പത്തിലാണ് കൊടുത്തേക്കുന്നത്. മിക്ക സ്ഥലത്ത് ചെറുതായിരിക്കും. അതെ, ഇത് നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കൂടി പിന്നെ ഇരുമ്പിന്റെ ആ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഇത് UPVC നമ്മൾ നേരത്തെ കാണിച്ചതുപോലത്തെ സ്ലൈഡിംഗ് വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തായാലും മുകളിലെ കാഴ്ച. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഒരു ബെഡ്റൂം, മുകളിലത്തെ ബെഡ്റൂം ആണ് ഇവിടെ ആയിട്ട് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഏരിയ ആണ് അല്ലേ? ഇവിടെ കൊള്ളാം കേട്ടോ. ഇതൊരു നല്ല സ്ഥലമാണ്, അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ വേണം ഭാവിയിൽ ഒരു റൂം വേണമെങ്കിൽ വെക്കാൻ പറ്റുമല്ലേ? ഒന്നല്ല, ഒരുപാട് റൂം എടുക്കാൻ പറ്റും. അവിടെ ഒരു റൂം എടുക്കാം, ഇവിടെ ഒരു റൂം എടുക്കാം. ഇതെന്താ സംഭവം? ഇത് ഒരു സ്റ്റോറേജ് പോലെയാണ്. അതായത് ഇപ്പൊ നമ്മൾ കയറി വന്നപ്പോ ഓടിട്ടിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രമേ നമ്മൾ ഓടിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീടിന്റെ മുകളിലായിട്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കും. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ. പിന്നെ ഈ മഴയൊക്കെ വരുമ്പോഴേക്കൊക്കെ തുണിയൊക്കെ ഇടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു ടാങ്ക് ഒക്കെ ഇവിടെ വെച്ചേക്കുന്നല്ലേ? അതെ, ഈ ഒരു ഏരിയയിലാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഈ വീടിന്റെ ഓണർ റിതേഷ് ചേട്ടനും നയനയുമാണ്. ഇനി നയനയ്ക്ക് ഞങ്ങളുടെ വർക്കിനെ കുറിച്ച് പറയാം. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത രീതിയെക്കുറിച്ചും. കാരണം ഞങ്ങളുടെ പഴയ വീട് ഏതാണ്ട് 10-70 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. ആ വീട് പൊളിച്ച് പഴമയുടെ എല്ലാ ഗുണവും സെൻസും വരുന്ന രീതിക്ക് ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കി തന്നു. താങ്ക്സ് ടു നെസ്റ്റ് ഇൻഫ്ര. ഏതാണ്ട് 1 ഇയറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞു ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചു. വി ആർ റിയലി ഹാപ്പി. ഇതാണ് ഒരു വീടല്ല, ഇതെന്താണ്? ഒരു ഓഫീസാണ്. ഈ സ്ഥലം എവിടെയാ? ഇത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മുഹമ്മയിലാണ് ഈ ഒരു ഓഫീസ് വരുന്നത്. ഇതൊരു A സെക്ഷൻ അല്ലേ? A സെക്ഷൻ ബിൽഡിംഗ് ആണ് ഇത്. ഇത് നമുക്കൊന്ന് ഓഫീസിന്റെ അകം ഒന്ന് കാണാം. അതൊന്ന് കാണാം. നമ്മൾ 2 വർഷം മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഓഫീസിന്റെ ഉൾഭാഗം അല്ലേ? ഇവിടെ വരുമ്പോ റിസപ്ഷൻ ഏരിയ ഉണ്ടല്ലേ? അതെ. പിന്നെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. പിന്നെ ഇവിടെ മേളില് നമ്മുടെ സ്റ്റാഫുകളെല്ലാം മേളിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇത് ഓഫീസായിട്ട് ക്യാബിൻ പോലെ ഇതിന്റെ അകത്തുണ്ട്. ഇവിടെ അകത്താണ് ക്ലയന്റുമായിട്ട് ഉള്ള ഡീലിംഗ് എല്ലാം അകത്താണ്. അപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു വീട് വെക്കണമെന്നുള്ളവർ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നെസ്റ്റ് ഇൻഫ്ര ബിൽഡേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷനിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ അടിയിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കേരളത്തിൽ എവിടെയായാലും നമ്മൾ ചെയ്തു കൊടുക്കും. എല്ലായിടത്തും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ. ഓക്കെ, ശരി.